രേവതി, നിന്നോട് ശ്രുതിമോള് വന്നിട്ട് ടീ വേണോന്ന് പറഞ്ഞിട്ട് നീ എന്താ അവൾക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാത്തത്? നിനക്കെന്താ ഇത്രയ്ക്ക് അഹങ്കാരമായിപ്പോയോ? എനിക്ക് പറ്റില്ല അമ്മേ. എന്തുകൊണ്ട് പറ്റില്ല? ദേ, നിന്റെ അധിക പ്രസംഗമൊന്നും നീ ഇങ്ങോട്ടെടുക്കരുത്. സച്ചിയാണോടി നിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നത്? ദേ, ഇനി മറ്റു ഒരു ജോലി നീ ഇപ്പം ചെയ്യണ്ട. അതൊക്കെ ബാക്കി പിന്നീട് മതി. ആദ്യം പോയി ശ്രുതിക്ക് ആവശ്യത്തിന് ടീ ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. നമ്മുടെ രേവതി ഉണ്ടല്ലോ, അത് കേട്ടിട്ട് ഇങ്ങനെ വാക്കയും പൊത്തി ഇങ്ങനെ നിൽക്കുന്നതൊന്നുമില്ല. നല്ല മറുപടി നമ്മുടെ രേവതി വച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിയെ മുഖം അടച്ച് കൊടുക്കുകയാണ്. നല്ല മറുപടി കൊടുക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ എന്തിനാ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ രണ്ടുപേരെയും തമ്മിൽ, നമ്മുടെ അമ്മായിയമ്മയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി മനഃപൂർവ്വമാണോ ഈ ടീയുടെ വിഷയം അവിടെ എടുത്തിട്ടത്? എന്താണ് ശ്രുതിക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക. നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഭാമയെയും കൊണ്ടിട്ട് നമ്മുടെ പലിശക്കാരൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് പലിശക്കാരൻ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പലിശക്കാരൻ ചോദിക്കുകയാണ്, എന്താ വീട്ടിൽ നിന്നും ആരെയും കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരെയും കൊണ്ടുവരണമെന്ന്. പിന്നെ എന്താ കൊണ്ടുവരാഞ്ഞത്? അപ്പോൾ ഉടനെ ഭാമ പറയണ്, അത് ഇവളുടെ വീട്ടിൽ ആർക്കും അത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. വീട്ടുകാരറിയാതെയാണോ ഈ പൈസ വാങ്ങിച്ചിട്ട് പോയിട്ട്? ഒരു മാസം പലിശ തരാനുള്ള സമയവും കഴിഞ്ഞു, എന്നിട്ട് വീട്ടിലുള്ള ആണുങ്ങളെ ആരെയും ഇതൊന്നും അറിയിച്ചില്ലേ? ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണം, അയ്യോ ആദ്യം ഞാൻ അറിയിച്ചില്ല, പക്ഷേ ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. എങ്കിൽ പിന്നെ എന്താ വിളിച്ചുകൊണ്ട് വരാഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഭർത്താവിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, അതുകൊണ്ട് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീടുള്ളത് എൻ്റെ മക്കളാണ്. മക്കളിപ്പോൾ സ്ഥലത്തില്ല. അപ്പോൾ ഉടനെ നമ്മുടെ പലിശക്കാരൻ ചോദിക്കുകയാണ്, അല്ല ഇന്നാൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഒരു മോൻ്റെത്, അപ്പോൾ ആ മോൻ അവിടെ ഇല്ലേ? അവനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവിടെയില്ല. അവൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ഓ അങ്ങനെയോ? അങ്ങനെയാണെങ്കിലുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഏർപ്പാട് തീർത്തുകൊള്ളണം. എനിക്ക് എല്ലാവരെയും കണ്ടേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ പേരിൽ എനിക്ക് പിന്നീടൊരു കേസ് വരാനൊന്നും പറ്റില്ല. എൻ്റെ സുരക്ഷിതത്വം എനിക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ എല്ലാവരെയും കൂടി ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് അവരെല്ലാവരും സൈൻ ചെയ്ത് തന്നേ പറ്റൂ ബാക്കിയുള്ള പേപ്പേഴ്സിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പലിശക്കാരൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ പലിശ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ചന്ദ്രമതി പറയണേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അതൊരു 30,000 രൂപയുണ്ട്. 30,000 രൂപയോ? മാസം 1,00,000 രൂപ പലിശ തരേണ്ടടുത്ത് 30,000 രൂപയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണമായില്ലേ? മുഴുവൻ പലിശയുടെ പകുതി പോലും ഇല്ലല്ലോ അത്. ഇതിവിടെ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, വേഗം പോയി നിങ്ങളുടെ വീട്ടുകാരെ ആരെയാണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇവിടെ ഇപ്പം കൊണ്ടുവരണം. എന്നിട്ട് എനിക്ക് തരാനുള്ള എൻ്റെ കയ്യിൽ നിന്നും മേടിച്ച മുഴുവൻ തുകയും ഈ മാസത്തെ പലിശയും കൂടി ഇവിടെ വച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയുകയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, പക്ഷേ അത് കല്യാണം വന്നപ്പോഴത്തേക്ക് ചിലവായി പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പലിശക്കാരൻ പറയാണ്, അത് അങ്ങനെയുള്ള ഒഴിവ് കഴിവുകളൊന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടേ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ അങ്ങ് കയ്യേൽ വെച്ചിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം, ഞാൻ എൻ്റെ ഈ കൈ കിടക്കുന്ന 2 വളയും കൊണ്ടുവന്ന് പണയപ്പെടുത്തിയിട്ട് പൈസ കൊണ്ടുവന്ന് തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പലിശക്കാരൻ ഇങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, വള നിങ്ങൾ എന്തായാലും പുറത്തു കൊണ്ടുപോയി പണയം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഇവിടെ എടുക്കും, അതുകൊണ്ട് അത് ഇങ്ങോട്ട് ഒരുത്താ. പിന്നെ മറ്റുള്ള എല്ലായിടത്തും തരുന്ന അതേ പൈസ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് ബാക്കി പലിശയ്ക്കുള്ള പൈസകളെല്ലാം ഈ ഒരു മാസത്തിൽ തീർത്തും തരുന്ന സമയത്തിന് വള നിങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ദിവസം കടന്നു പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾക്ക് കിട്ടത്തുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയാണ്, അങ്ങ് ഊരി കൊടുത്തേക്ക് ചന്ദ്രേ. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി വള ഇങ്ങനെ ഊരിയാണ്, 2 തടവള ഊരിയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അന്നേരം അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇത് ഗോൾഡ് തന്നെയാണോ അതോ മുക്കുപണ്ടൊന്നും അല്ലല്ലോ?
അയ്യോ അല്ല, ഇത് തനി തങ്കമാണ്. എന്തായാലും ഞാൻ ഒരച്ചൊന്നും നോക്കുന്നില്ല, ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി പലിശയും കൂടി കൊണ്ടുവരുന്ന സമയത്ത് ഈ മാസം തന്നെ കുറച്ച് ദിവസത്തിനാകുമ്പച്ച് തന്നെ കൊണ്ടുവരണം, കൂടിപ്പോയാൽ ഒരു 3 ദിവസം, അതിനപ്പുറത്തോട്ടൊന്നും പോകരുത്. ആ മുഴുവൻ പലിശയും കൊണ്ടുവരുന്ന സമയത്ത് ഈ വള നിങ്ങൾക്ക് ഞാനങ്ങ് തിരിച്ച് തന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ വാങ്ങിച്ച് വെക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണേ, ഓ ശരി, ഇങ്ങനെ ശരിയെന്നൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല. 1 മാസത്തെ പലിശ എനിക്ക് കൃത്യസമയത്തിന് കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് മാസം കുറച്ച് നീണ്ടു പോയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതും ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇതിങ്ങനെ വിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഏർപ്പാട് തീർത്തേ പറ്റൂ. കൂടിപ്പോയ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വരികയും വേണം. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച മുഴുവൻ തുകയും പിന്നെ ബാലൻസ് ഉള്ള പലിശയും കൂടി തന്ന് ഏർപ്പാട് തീർക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഭാമ പറയുകയാണ്, അവൾ ചെയ്തോളും അല്ലേ ചന്ദ്രേ? അപ്പോൾ ഉടനെ ചന്ദ്രമതി അതെ ഭാമേ, അതെ എന്നാൽ നിങ്ങൾ രണ്ടുപേരും ചെല്ല് എന്ന് പറയണ്. അങ്ങനെ നമ്മുടെ ഭാമയും നമ്മുടെ ചന്ദ്രമതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണ, അയ്യോ എൻ്റെ 2 വള പോയി ഭാമേ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ഭാമേ? അപ്പോൾ ഉടനെ നമ്മുടെ ഭാമ പറയണേ, എൻ്റെ ചന്ദ്രേ, ഒരു കാര്യം നിന്നോട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നീ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് രേവതിയുടെ രാശി കൊണ്ടാണ് നീ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും അത് രേവതിയുടെ രാശികേടാണെന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ പുതിയ മരുമകൾ വലതുകാല് വെച്ചങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ, അതിനാമച്ച് നിന്റെ 2 വള പോയി കിട്ടിയല്ലോ. ഇതിന് നീ ആരെ പഴി പറയും ചന്ദ്രേ? ഇനിയെങ്കിലും നീ രേവതിയെ കുറ്റം പറയുന്നത് ഒന്ന് നിർത്തിക്കൂടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാണ്ട് നിന്നിട്ട് ചന്ദ്രമതി പറയണം, എൻ്റെ ഭാമേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അയാളൊരു മനുഷ്യത്വം ഇല്ലാത്തവനാ, ഒരു മൃഗം, ദുഷ്ടൻ, കാലൈ. എൻ്റെ വള വാങ്ങിച്ചു വെച്ചത് നീ കണ്ടില്ലേ, അയാൾ അനുഭവിക്കും. അപ്പോൾ ഉടനെ നമ്മുടെ ഭാമ പറയണം, ഇങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രേ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ദിവസം എന്തുമാത്രം ആളുകളുടെ പ്രാക്ക് മേടിച്ച് കിട്ടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നിട്ടും അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നീ മനസ്സിലാക്കേണ്ടതേ, നമ്മൾ ഒരാളെ പ്രാവി കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് നീ തൽക്കാലം പ്രാകാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നീ കണ്ടുപിടിക്കണം ഈ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ. എൻ്റെ ഭാമയെ ഞാൻ ഇത് എങ്ങോട്ട് പോയി പൈസ ഉണ്ടാക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയണം, അയ്യോ എൻ്റെ വള പോയി കിട്ടിയേ. ഭാമേ, പിന്നെ അദ്ദേഹം അറിഞ്ഞാലുണ്ടല്ലോ പ്രശ്നമാവും, രവിയേട്ട അറിഞ്ഞാൽ പ്രശ്നമാവും. എൻ്റെ കയ്യിൽ കിടന്ന വള കാണുന്നില്ലെങ്കിൽ വീട്ടിലോട്ട് എനിക്ക് ചെല്ലാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം ഭാമേ, നമുക്ക് 2 പേർക്കും കൂടി പോയിട്ട് എൻ്റെ സ്വർണ്ണ വളയുടെ അതേ മോഡലിലുള്ള റോൾഡ് ഗോൾഡ് 2 എണ്ണം മേടിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭാമ പറയണം, നീ ഒന്ന് സമാധാനപ്പെട് ചന്ദ്രേ, നമുക്കത് വേണ്ടത് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയുടെ അഹങ്കാരം ഇങ്ങനെ തലപൊക്കുകയാണ്. ചന്ദ്രമതി പറയണേ, എൻ്റെ ഭാമേ, നീ കണ്ടോ, കുറച്ച് ദിവസം കഴിയട്ടെ, ശ്രുതിയുടെ അച്ഛൻ്റെയും പിണക്കം ഞാൻ ഇടനില നിന്നതങ്ങ് മാറ്റിയെടുക്കും. അതിനുശേഷം ഉണ്ടല്ലോ മലേഷ്യൻ പണം എൻ്റെ കൈകളിലോട്ട് ഇങ്ങനെ ഒഴുകിയെത്തും. ആ പണം എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, എൻ്റെ ഈ ഒരു കൈയല്ല 2 കൈ നിറയെ ഞാൻ സ്വർണ്ണ വളകൾ മേടിച്ചിട്ടിട്ട് അങ്ങേരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കിലുക്കി ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കൈയും കെട്ടി ഞാനങ്ങ് നിൽക്കും. നീ കണ്ടോ ഭാമേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമ പറയാണ്, നിൻ്റെ സ്വപ്നമൊക്കെ കൊള്ളാം, നടന്നാൽ മതി, നീ വാ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി അങ്ങനെ പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സച്ചിയും മഹേഷും നമ്മുടെ ശ്രീകാന്തും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയണേ, ഏട്ടാ, ഈ സ്വഭാവത്തിൽ അകത്തേക്ക് കയറി ചെല്ലല്ലേ, ഇത്രയും ദേഷ്യം കാണിച്ചിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവന്മാർ പിടിച്ച് ഏട്ടനെ അകത്തിടും, അതുകൊണ്ട് സമാധാനത്തിൽ സംസാരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഇവന്മാരുടെ അടുത്തൊന്ന് സമാധാനത്തിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, നീ വാ ഇങ്ങോട്ട്, അവന്മാർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സച്ചി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ SIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാണ്, സർ, എനിക്കൊരു പരാതിയുണ്ട്, ഒരു പരാതി തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ അന്ന് തല്ലിയ അതായത് CIയുടെ അടുത്താണ് നമ്മുടെ പരാതി കൊടുക്കാനായിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സച്ചി വരുന്നത്. അപ്പോൾ അന്ന് തല്ലുണ്ടാക്കിയ ആ ഒരു SI ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിക്കണം, എന്താടാ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കാര്യം, എന്താടാ സ്വന്തം വീട് കണക്ക് കയറി ഇങ്ങ് വരികയാണല്ലോ നീ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ അയാളെ നോക്കുകയാണ്. എന്നിട്ട് പറയണേ, അതെ സാറേ, ഞാൻ ഉടക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, ഞാനൊരു പരാതി തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഉടനെ നമ്മുടെ CI ചോദിക്കണം, എന്താ നിൻ്റെ പുതിയ പരാതി? അത്
അത് മറ്റൊന്നുമല്ല സാറേ, അന്ന് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കയറ്റിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ നമ്മുടെ സി ഐ ചോദിക്കണേ, എടാ അത് ആ കേസൊക്കെ ഒത്തുതീർപ്പാക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ? ഓ, അത് ഒത്തുതീർപ്പാക്കിയ കാര്യമൊന്നും എന്നോട് പറയാതിരിക്കാൻ നല്ലത്. അതൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യമേ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ സാറേ. ഞാൻ പോലും അറിയാതെ, എൻ്റെ മനസ്സും വായും അറിയാതെ ആരോ കൊണ്ടുവന്ന് വണ്ടിയിൽ കഞ്ചാവ് വെച്ച കേസിൽ എന്നെ നിങ്ങൾ പൊക്കിയതല്ലേ. അതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ആ പലിശക്കാരൻ ഗജാനന്ദനില്ലേ, അയാളാണ്. അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം സാറേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എസ് ഐക്ക് തിളച്ച് മറിയാണ്. എസ് ഐ ചോദിക്കുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് പലിശക്കാരൻ ഗജാനന്ദനാണ് ഇത് ചെയ്തതെന്ന്? ഇറങ്ങിപ്പോടാ ചിലയ്ക്കാതെ. അപ്പോൾ ഉടനെ സച്ചി പറയുന്നത്, സാറേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പരാതി തരാൻ വരുന്നവരടുത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എടാ നീ എന്നെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുകയാണോടാ, ഇറങ്ങിപ്പോടാ ഉടനെ. എന്നിട്ട് നമ്മുടെ എസ് ഐ ചോദിക്കണം, എടാ നീ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് ആജ്ഞാപിക്കുക, ഇതെന്താടാ നിൻ്റെ അളിയൻ്റെ വീടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ നിന്നിട്ട് പറയുന്നത്, സാറേ എനിക്കിവിടെ കയറി വരുന്നതേ ഒരു കുഴപ്പമില്ല, ഇത് സാറിൻ്റെ അമ്മാവൻ്റെ വീടൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കണേ. എടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷർട്ടിന് തൂക്കിയെടുക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്തൊക്കെ പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സി ഐ പറയാണ്, വിടടോ അയാളെ വിട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, സാറേ അവനെ അറസ്റ്റ് ചെയ്യണം, ആ ഗജാനന്ദൻ്റെ പേരിൽ കേസ് എടുത്തിട്ട് അവനെ അറസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ സച്ചി തോരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സി ഐ ചോദിക്കുകയാണ്, അല്ല താൻ കുറേ നേരം കൊണ്ട് ഇവിടെ വന്നിട്ട് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, താൻ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? ചുമ്മാ ചെന്നൊരാളെ അറസ്റ്റ് ചെയ്താൽ മതിയോ? അവൻ്റെ പേരിൽ താനാദ്യം തെളിവ് കൊണ്ടുപോടോ, അതിനുശേഷം അറസ്റ്റ് ചെയ്യാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയണേ, സാറേ എൻ്റെ ഉത്തരവാദിത്തമല്ല തെളിവ് കൊണ്ടുവരിക എന്നുള്ളത്, അതിനാ താങ്കളെ പോലുള്ളവർ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് ഐ ഇങ്ങനെ നമ്മുടെ സച്ചി അടിക്കാനൊക്കെ ആയിട്ട് കയറുകയാണ്. പുള്ളിക്കാരൻ പറയണേ, ഇവനല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലാ, ഇവനെ ഉണ്ടല്ലോ എടാ നിൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് അന്ന് നിന്നെ ഞാൻ പഞ്ഞിക്കിട്ടത്, ഇനി നീ ഇവിടെ നിന്ന് ചിലച്ചാലുണ്ടല്ലോ നീ മേടിക്കുക എൻ്റെ കയ്യിൽ നിന്ന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത്, സാറേ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല, എനിക്ക് സാറിനോടാണ് പറയാനുള്ളത്. സാറേ അവനെ അറസ്റ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് അവനെ പോലുള്ള ഫ്രോഡുകളെ അറസ്റ്റ് ചെയ്യണം. അല്ല നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അവനാണിത് ചെയ്തതെന്ന്? അത് സാറേ അവൻ ആരെ കൊണ്ടാണോ ഇത് ചെയ്യിച്ചത് അവന്മാരെ ഞാനിന്ന് പിടികൂടി. 2 എണ്ണം പൊട്ടിച്ചപ്പോഴുണ്ടല്ലോ അവൻ്റെ വായിലിരുന്നതെല്ലാം അവൻ പുറത്തേക്ക് ഛർദ്ദിച്ചു. അപ്പോൾ അവനാണ് പറഞ്ഞത് ഗജാനന്ദനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ നമ്മുടെ എസ് ഐ ചോദിക്കണം, ആഹാ കണ്ടില്ലേ അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന കണ്ടില്ലേ, ഇവനുണ്ടല്ലോ അവരെ മർദ്ദിച്ച് സമ്മതിപ്പിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, ഞാൻ അങ്ങനെ ആരെയും മർദ്ദിച്ച് സമ്മതിപ്പിച്ചതൊന്നുമല്ല സാറേ, ഇതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഗജാനന്ദനെ ഇവിടെ കൊണ്ടുവന്ന് 2 പൊട്ടിച്ചാൽ മതി, അയാളെ വായിൽ നിന്ന് തന്നെ താനെ ഇതെല്ലാം വീഴും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മറ്റേ എസ് ഐ പറയണ, എടാ ഇത് തന്നെയാണല്ലോ നിൻ്റെ സ്ഥിരം സ്വഭാവം, നീ മറ്റുള്ളവരെ കൈവയ്ക്കും അല്ലേടാ, അന്ന് നീ എന്നെ കൈവച്ചതിൻ്റെതാണ് നിൻ്റെ എല്ല് വെള്ളമായത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, എൻ്റെ സാറേ അതിനെക്കുറിച്ചൊന്നും സാറ് കൂടുതൽ പറയണ്ട, എന്തൊക്കെയാണ് അന്നേരം നടന്നതെന്നുള്ളതും അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഗജാനന്ദൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അപ്പോൾ ഉടനെ നമ്മുടെ സി ഐ ചോദിക്കുകയാണ്, അല്ല ഗജാനന്ദൻ മറ്റൊരാളെ കൊണ്ട് നിൻ്റെ വണ്ടിയിൽ തന്നെ കഞ്ചാവ് ഏൽപ്പിക്കണമെങ്കിൽ അയാൾക്ക് എന്താ നിന്നോട് ഇത്ര പക? അതെന്താണെന്നറിയാമോ സാറേ, അവന് എൻ്റെ കയ്യിൽ നിന്ന് പലവട്ടം തല്ല് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പകയാണ്. അപ്പോൾ ഉടനെ സി ഐ പറയണേ, ആഹാ നീ കൊള്ളാലോടാ, നീ അങ്ങനെ മറ്റുള്ളവരെ തല്ലാൻ വേണ്ടിയിട്ട് നീ ആരാടാ, നീയാണോ ദാദ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണേ, സാറേ കൊള്ളപ്പലിശയ്ക്ക് പാവങ്ങളെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, അല്ല കൊള്ളപ്പലിശയ്ക്ക് പാവങ്ങൾക്ക് പൈസ കൊടുക്കും, എന്നിട്ട് സമയത്ത് അവരുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അവരെ വളഞ്ഞിട്ട് തല്ലും, ഇതൊക്കെ അവൻ്റെ സ്വഭാവം. അങ്ങനെയാണ് പലതവണ ഞാൻ അവനെ തല്ലേണ്ടി വന്നത്. അതുമാത്രമല്ല അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയാണ്, എന്തായാലും സാറേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവനെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉടനെ നമ്മുടെ സി ഐ പറയുകയാണ്, അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് താൻ ഇവിടെ നിന്ന് പറഞ്ഞ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോക്കാണോ ഞങ്ങളുടെ ജോലി? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് അയാൾ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് താനിവിടെ കൊണ്ടുപോവാ, അപ്പോൾ നമുക്ക് ആലോചിക്കാം അറസ്റ്റ് ചെയ്യണോ വേണ്ടേന്ന്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അത് കൊള്ളാമല്ലോ സാറേ, പണ്ട് നേരത്തെ ഞാനാണ് വണ്ടിയിൽ കഞ്ചാവ് കടത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ കഞ്ചാവ് കടത്തിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഗജാനന്ദനെ അറസ്റ്റ് ചെയ്യാനും പറ്റണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സി ഐയുടെ കൺട്രോൾ വിടുകയാണ്, പുള്ളിക്കാരന് ഹാലിളവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയായിട്ട് പിടിച്ചു തള്ളുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ എത്തുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രീകാന്തൊക്കെ ഇടയ്ക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സി ഐ പറയണേ, നിർത്തടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയണേ, എടാ ഇവനെ വലിച്ചെടുത്തോണ്ട് പോടാ വെളിയിൽ,
തെളിവ് കൊണ്ടുപോടാ പോയി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തും നമ്മുടെ മഹേഷും ചേർന്നിട്ട് നമ്മുടെ സച്ചിയെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് പറയുകയാണ്, എൻ്റെ സച്ചിയേട്ടാ കുറച്ചൊന്ന് സമാധാനത്തിൽ നിന്ന് ചിന്തിക്കുക. നമുക്കിനി അയാളെടുത്ത് എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോവാം. അപ്പോൾ സച്ചി പറയാണ്, പെറ്റീഷനോ? ഇവൻ്റെയൊക്കെ മുമ്പിലോ? പെറ്റീഷൻ എഴുതി കൊടുത്താലുണ്ടല്ലോ അപ്പം തന്നെ അവന്മാർ വലിച്ചു കീറി വേസ്റ്റ് ബോക്സിലിടും. അതിനേക്കാൾ ഭേദം അത് എഴുതി കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ തെളിവുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് തെളിവുണ്ടാക്കുന്നത്? ആ ഗജാനന്ദന് കൈ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ അടിച്ച് ചുരുട്ടി മടക്കി ഇവിടെ കൊണ്ടുവന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചേനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഏട്ടൻ എന്നോട് ക്ഷമിക്കണം, എന്നോട് ദേഷ്യപ്പെടരുത്. അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി ചോദിക്കണേ, എന്താണെങ്കിലും നീ പറഞ്ഞോ. അത് ഏട്ടാ മറ്റൊന്നും അല്ല ഏട്ടാ, അന്ന് എന്താ പറ്റിയത്? അന്ന് ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ, അന്നേ എനിക്ക് മനസ്സിലായതാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഗജാനന്ദനാണെന്നും ഇവന്മാരായിരുന്നു കഞ്ചാവ് കടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ. നിനക്കെങ്ങനെയാ അത് മനസ്സിലായത്? അത് ഏട്ടാ അന്നേരം ആ സംഭവം നടന്ന സ്ഥലം മഹേഷേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയൊന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലെ CCTV ഫുട്ടേജിൽ അവന്മാർ കഞ്ചാവ് കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അത് ഞാനിങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചി പറയണം, എന്ത് മണ്ടത്തരാടാ നീ ഈ കാണിച്ചത്? നിനക്ക് ആ സമയത്ത് എന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇത്രയും കാലം ഈ കഞ്ചാവ് വെച്ചവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ സമയം അത്രയും വേസ്റ്റ് ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടാ ഇനി ചെന്നാലും നമുക്കത് എടുക്കാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. ഏട്ടൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് അന്നേരം തന്നെ ഏട്ടനോട് പറയാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ്, എന്നാൽ നമുക്ക് ഇപ്പം തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സച്ചിയുടെ കാറിൽ പോവുകയാണ്. അത് കണക്ക് നമ്മുടെ മഹേഷ്, ശ്രീകാന്ത് അങ്ങനെ അവരെല്ലാവരും കൂടെ ആയിട്ട് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് വീട്ടിലാണ് കാണിക്കുന്നത്, ശ്രുതിയുടെ ബെഡ്റൂമാണ്. ശ്രുതി അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി വന്നിട്ട് പിന്നാലെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ ചെള്ളയിൽ ഒരു കിസ് കൊടുക്കുകയാണ്. അപ്പോഴുടനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി പേടിച്ചു പോവുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അത് ഞാൻ പെട്ടെന്ന് ആളനക്കം കണ്ടപ്പോൾ പേടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇനി ഒരുപാട് പേടിക്കാൻ കിടക്കുന്നു, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അല്ല നീ എന്ത് ചെയ്യുക ശ്രുതി ഇവിടെ? അത് ഞാനൊന്ന് ഒരു കാര്യം സെർച്ച് ചെയ്യുകയായിരുന്നു. എന്താ സെർച്ച് ചെയ്യുന്നത്? നീ ഓൺലൈനിൽ എന്തെങ്കിലും ബുക്ക് ചെയ്യാനാണോ? അത് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസോ? എനിക്ക് വാച്ച് വല്ലതും വാങ്ങിച്ചു തരാനാണോ? അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അല്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല കൂടിയ മൊബൈൽ സെറ്റ് വല്ലതും വാങ്ങിച്ചു തരാനാണോ? അങ്ങനെയൊന്നും അല്ല. എങ്കിൽ പിന്നെ സത്യം പറ ശ്രുതി, നീ എന്താ നോക്കിയത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, അത് മറ്റൊന്നുമല്ല, ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോലി തപ്പുമായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുന്നു, എനിക്കോ ജോലിയോ? എന്തിന്? അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അത് പിന്നെ ശ്രുതിക്കൊരു ജോലി വേണ്ടേ? ജോലി ചെയ്യാതെ ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റുമോ? ഉടനെ ശ്രുതി പറയണ, എനിക്കിപ്പോൾ ഉടനെ ഒന്നും ജോലി വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശ്രുതി. പിന്നെ എൻ്റെ ബിരുദങ്ങളൊക്കെ ഇല്ലേ, അതിനൊത്ത ഒരു ജോലി വേണം എനിക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴൊന്നും ജോലി വേണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയുകയാണ്, അത് പറ്റില്ല ശ്രുതി, ഞാനൊരു നല്ലൊരു ജോലി നിനക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നല്ല ജോലി? എന്ത് ജോലിയാണ് നീ കണ്ടെത്തിയത്? അത് മറ്റൊന്നുമല്ല, ഒരു മാരുതി ഷോറൂമിൽ സെയിൽസ്മാൻ്റെ ജോലിയാണ് എന്ന് പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അയ്യേ മാരുതി ഷോറൂമിലെ സെയിൽസ്മാൻ്റെ ജോലിയോ? ഞാൻ പോവാനോ? പറ്റില്ല, അതൊന്നും എനിക്ക് ചേരില്ല. എൻ്റെ ഇത്രയും ബിരുദവും ഞാൻ കയ്യിൽ വെച്ചിട്ട് സെയിൽസ്മാൻ്റെ ജോലി ചെയ്യാനാണോ? അതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും ട്രിപ്പിൾ PG ഒക്കെ എടുത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയണം, എൻ്റെ ശ്രുതി, ഇപ്പം നിനക്കൊരു ജോലിയില്ല, അതിവിടുത്തെ അങ്കിളിനെ അറിയത്തുമില്ല. അതറിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമാവുമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതുമാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ ആൻറ്റി ഇത്രയും കടമൊക്കെ വലിച്ച് തലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലെങ്കിലും നമുക്കവർ സഹായിക്കണ്ടേ? ഇങ്ങനെ ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരുന്ന ഒരു വരുമാനവും കിട്ടില്ല ശ്രുതി. ഇത് നല്ല വരുമാനമാണ് ഇതിനകത്തുള്ളത്, നല്ല സാലറിയാണ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഓരോ
വണ്ടിയും പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുന്നത്, ആ പോകുന്നതിൻ്റെ കമ്മീഷനും കൂടി കിട്ടും. അതുകൂടി ആകുമ്പോൾ നല്ലൊരു തുക ഒരു മാസം നിനക്ക് കിട്ടും. അപ്പോൾ ആ ജോലിക്ക് പോ സുധി. അപ്പോൾ ഉടനെ സുധി പറയണം, പറ്റില്ല ശ്രുതി, എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്റ്റാൻഡേർഡിന് ഒത്തതല്ല ഈ ജോലി. ആയിക്കോട്ടെ സുധി, നീ എനിക്ക് വേണ്ടിയിട്ട് ഈ ജോലിക്ക് പോ സുധി. ഒരു കാര്യം ചെയ്യ്, നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ നീ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ മറ്റ് ജോലി മറ്റൊരു ജോലി, നിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ജോലി കിട്ടുമ്പോഴത്തേക്ക് ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് അതിലേക്ക് അങ്ങ് പോയാൽ പോരെ. അങ്ങനെ ചെയ്യ് സുധി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഇങ്ങനെ സുധി ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൂടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പ് ഇടുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങ് അലിയാണ്. ശ്രുതി പറയണം, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പോവാൻ ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി എനിക്കൊരു ടീ വേണം, കുറേ നേരമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ, പെട്ടെന്ന് പോയി എനിക്കൊരു ടീ ഇട്ടിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി. താഴെ വരുമ്പോൾ നമ്മുടെ രേവതി പച്ചക്കറി കട്ട് ചെയ്യാനായിട്ട് മേശപ്പുറം ടേബിളൊക്കെ തുടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രുതി താഴേക്ക് ചെല്ലുന്നത്. താഴെ ചെന്ന ഉടനെ നമ്മുടെ ശ്രുതി പറയണം, രേവതി നീ ഇവിടെ എന്തെടുക്കുക? ഞാനിവിടെ പച്ചക്കറി എരിയാൻ തുടങ്ങുമായിരുന്നു. എന്താ ശ്രുതി? വേറൊന്നുമല്ല, ഒരു ടീ ഇങ്ങിട്ടുക, പെട്ടെന്ന് വേണം. ഉടനെ രേവതി ചോദിക്കണേ, ടീയോ ഈ സമയത്തോ? അതെ, ശ്രുതിക്ക് ഒരു ടീ വേണമെന്ന് പറഞ്ഞു, നീ ഇങ്ങിട്ടുക. അപ്പോൾ രേവതി പറയണം, അയ്യോ ശ്രുതി, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, പാത്രങ്ങൾ കഴുകണം, പിന്നെ പച്ചക്കറി കട്ട് ചെയ്യണം, കറി വെക്കണം, ചോറ് വെക്കണം, ഒരുപാട് ജോലികളുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ പോയിട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, ഞാനാണോ ടീ ഇടുന്നത് ഈ വീട്ടിൽ? അതിനെന്താ, നിനക്കിട്ടൂടെ എന്ന് പറയണേ. അല്ല, നീ തന്നെ ഇട്ടതാ എന്ന് പറയുമ്പോൾ രേവതി മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ പെറുക്കുകയാണ്, അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി ചോദിക്കണം, മോളെ എന്താ മോളെ ശ്രുതി ഇവിടെ നിൽക്കുന്നത്? അമ്മേ, ശ്രുതിക്ക് ഒരു ടീ വേണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് രേവതിയോട് പറഞ്ഞപ്പോൾ രേവതി മൈൻഡ് ചെയ്യുന്നില്ല, അവൾക്ക് പറ്റില്ല, എന്നോട് പോയി ഇടാനാ പറഞ്ഞിരിക്കുന്നത്, അടുക്കളയിൽ കയറി എന്നോട് ഇടാൻ പറഞ്ഞിരിക്കുക. ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയണേ, അവൾ അങ്ങനെ പറഞ്ഞോ? മോളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു? അതെ അമ്മേ. എങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, എൻ്റെ പൊന്നുമോൾ അടുക്കളയിൽ കയറണ്ട, എൻ്റെ തങ്കക്കുടം മുറിയിൽ പോയിരിക്കെ, ഞാൻ അവളെ കൊണ്ട് എന്നെ ചായ ഇടിയിപ്പിക്കാം, എന്നിട്ടേ അവൾ തന്നെ നിങ്ങളുടെ റൂമിൽ കൊണ്ടുവന്ന് തരും, ധൈര്യമായിട്ട് മോള് പോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ശരി ആൻറ്റി, താങ്ക്സ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി നേരെ പച്ചക്കറി കൊണ്ടുവന്ന് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, രേവതി നീ എന്തായി കാണിക്കുന്നത്? അപ്പോൾ രേവതി ചോദിക്കണം, അമ്മയ്ക്ക് എന്താ കണ്ണില്ലേ? ഞാനിവിടെ പച്ചക്കറി എരിയുന്ന കണ്ടൂടെ? എന്താടി നീ പറഞ്ഞത്? നിനക്കിപ്പോൾ ഇത്തിരി തറുതല കൂടുതലാണ്, ആരോടാ നീ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അപ്പോൾ രേവതി പറയണേ, എനിക്ക് ബോധക്കുറവൊന്നുമില്ല. എടി രേവതി, നിന്നോട് ശ്രുതി വന്നിട്ട് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ രേവതി പറഞ്ഞ, ഞാൻ പറഞ്ഞു. എന്തിനാടി നീ അങ്ങനെ പറഞ്ഞത്? അമ്മേ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, പച്ചക്കറി കട്ട് ചെയ്യണം, പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു, കറികൾ ഉണ്ടാക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ടീ ഇടാൻ പോകണോ? അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കണേ, എടി ഒരു ചായ ഇടാൻ എത്രയാ സമയം? ഒരു ഇത്തിരി സമയം മതിയല്ലോ, ബാക്കി ജോലിയൊക്കെ നീ പിന്നീട് ചെയ്താൽ മതി, മര്യാദയ്ക്ക് പോയി ചായ ഇട്. അപ്പോൾ ഉടനെ രേവതി പറയാണ്, എനിക്ക് പറ്റില്ലമ്മേ, ഞാൻ അമ്മയോട് ഇതിനു മുമ്പ് പലതവണയും പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ മൂത്ത മോന് വേണ്ടിയിട്ട് ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഇതിങ്ങനെ വന്ന് പറയുന്നത്? ഉടനെ ചന്ദ്രമതി ചോദിക്കണേ, എന്താടി അവന് വേണ്ടിയിട്ട് ചെയ്താ? എന്താ കുഴപ്പം? എടി, അവൻ ഈ കുടുംബത്തിലെ മൂത്ത സന്തതിയാണ്, എൻ്റെ പൊന്നോമന പുത്രനാണ്, അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. നിൻ്റെ ഈ ഡ്രൈവർ വന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലേടി? അതെ, ഞാൻ കേൾക്കും. നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാലേ നീ കേൾക്കോളോ? അതെ. നീ കൊള്ളാല്ലേ, നിന്നെ സച്ചിയാണോ ഡി ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെ പറയാൻ അവനാണോ നിന്നെ ഏർപ്പാടാക്കിയത്? അപ്പോൾ രേവതി ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ഇതൊന്നും ഇവിടെ നടക്കില്ല, പെട്ടെന്ന് പോയി ചായ ഇട്. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ അമ്മേ, ഇട്ടേ പറ്റൂ, എഴുന്നേക്കടി. ഞാൻ ഇടില്ലെന്നല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി ടീ ഇട്ടുകൊണ്ട് വരാം, പക്ഷേ ഈ പച്ചക്കറിയും കട്ട് ചെയ്ത് അവിടെ കിടക്കുന്ന ചട്ടിയും കലമൊക്കെ ശ്രുതിയോട് വാരിയിട്ട് തേച്ച് വഴക്കി ജോലികൾ ചെയ്യാൻ പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം, ശ്രുതിയോ അത് ചെയ്യണോ? നിനക്ക് എന്താടി, ശ്രുതി എന്ന് പറയുന്നതേ
കോടീശ്വരിയാ, കോടീശ്വരി. അവളുടെ വീട്ടിലെ ഒന്നും രണ്ടും അല്ല 10 ജോലിക്കാരാ ഉള്ളത്, 10 ജോലിക്കാര്. അങ്ങനെയുള്ള വീട്ടിലുള്ള പെൺകുട്ടി ഇവിടുത്തെ അടുക്കളയിൽ കയറണമെന്നാ? അപ്പോൾ തന്നെ രേവതി പറയാണ്, അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, അവളുടെ വീട്ടിലുള്ള 10 ജോലിക്കാരിൽ നിന്ന് 1-2 പേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ, എന്നിട്ട് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ, എന്തായാലും എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, നിനക്ക് പറ്റാത്തത് എന്താ? നിന്നെപ്പോലെ ദാരിദ്ര്യവാസിയൊന്നും അല്ല അവള്, ദരിദ്രവാസികളുടെ വീട്ടിൽ നിന്നല്ല അവൾ വന്നത്, അവൾ കോടീശ്വരിയാ. അതിനുള്ള ആ ഒരു പരിഗണന അവൾക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ രേവതി പറയണേ, അങ്ങനെയുള്ള പരിഗണനയൊന്നും എന്നിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊടുത്തോ, എനിക്ക് വേറെ പണിയുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, വേണ്ടടി, നീ ഇടണ്ട, ഞാൻ തന്നെ ഇട്ട് കൊടുത്തോളാം. നീ ഇങ്ങനെ നിനക്ക് ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഗതിയില്ലാതെ ഇങ്ങോട്ടേക്ക് വന്ന നീയെ ഇങ്ങനെ കാണിക്കും. പക്ഷേ കോടീശ്വരിയായ ശ്രുതിയുടെ കാര്യങ്ങളെ നീ നോക്കിയില്ലെങ്കിലേ എനിക്കറിയാൻ നോക്കാൻ. ശ്രുതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം, നീ നോക്കണ്ട കേട്ടോ, നീ നിൻ്റെ ഡ്രൈവറുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരു പോക്കങ്ങ് പോവുകയാണ്. പക്ഷേ ദാരിദ്ര്യവാസി എന്ന് വിളിച്ചാൽ രേവതിക്ക് നല്ല വിഷമമുണ്ട്. രേവതി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.